ഒരു സങ്കടത്തിൻ്റെ ഒരു അടിവരയുണ്ടെങ്കിൽ, ഒരു അടിയൊഴുക്കുണ്ടെങ്കിൽ, അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് കുറച്ച് ഹ്യൂമറസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്താലാണ് വേദന കൂടുതൽ. അതായത് കരയാവുന്ന ഒരു കാര്യം ചിരിച്ചുകൊണ്ട് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അത് വിത്ത് ഗ്ലിസറിൻ പറയുന്നത് പോലെ അല്ല. അപ്പം മോഹൻലാൽ എൻ്റെ സിനിമയിൽ അഭിനയിച്ച ഈ പറഞ്ഞ പോലെ ബാലഗോപാലനായാലും, സന്മനസ്സുള്ള സമാധാനായാലും, ഈ മുരളി എന്ന് പറയുന്ന വരവേൽപ്പിലെ കഥാപാത്രമായാലും, ഹൃദയപൂർവ്വത്തിലെ സന്ദീപ് ബാലകൃഷ്ണനായാലും, അവരൊക്കെ ഉള്ളിൽ പെയിനുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നമ്മൾ കാണുന്ന പലരുടെ ഉള്ളിലും ഒരുപാട് സങ്കടങ്ങളുണ്ട്. പക്ഷെ അത് കവർ ചെയ്തിട്ട് അവർ ചിരിക്കും, സംസാരിക്കും. അപ്പോൾ ആ വേദന കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തമാശ പറയുമ്പോഴും ആ തമാശയ്ക്കുള്ളിൽ ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് കൂടുതൽ ആളുകൾക്ക് ഫീൽ. ഇപ്പം ഞാൻ ചെയ്ത പല സിനിമകളിലും സങ്കടങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ സന്മനസ്സുള്ള സമാധാനത്തിൽ ഒരു ഹൗസ് ഓണറുടെ ഒരു വീർപ്പുമുട്ടലാണ്, ധർമ്മസങ്കടമാണ്. പക്ഷെ നമ്മൾ അയാളെ കാണുമ്പോൾ ചിരിക്കാണ്. ഒരു സീനിൽ അയാൾ പറഞ്ഞാൽ മതി, നമ്മുടെ കണ്ണു ഞാൻ ആദ്യം തൊട്ട് അതിങ്ങനെ കരഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ബസ് വാങ്ങി ബുദ്ധിമുട്ടുന്ന ഒരാളുടെ ഏറ്റവും വലിയ പ്രയാസങ്ങളാണ് വരവേൽപ്പ്. പക്ഷെ നമ്മളത് ഹ്യൂമറസ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അതിനെ പറ്റുന്ന ഏറ്റവും നന്നായി യോജിക്കുന്ന ഒരാളാണ് മോഹൻലാൽ. മോഹൻലാൽ എന്ന് പറയുന്നത് ഈ വളരെ പെട്ടെന്നാണ് മോഹൻലാലിന്റെ ഭാവമാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ക്യാമറയുടെ മുമ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെയും തമാശയും എല്ലാ ഇതുകളും സംസാരിച്ചിട്ട് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോഴേക്കും ലാല് ക്യാരക്ടറായിട്ട് മാറും. അതൊരു വലിയ അത്ഭുതമാണ്. നമ്മളത് അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, മോഹൻലാലിനെ അഭിനയിപ്പിച്ചിട്ട് ഇപ്പോഴും കൊതി തീർന്നിട്ടില്ല എന്ന് പറയുന്നതിന്റെ കാരണം അതൊരു വലിയ ഭാഗ്യമാണ് നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ ലാൽ അഭിനയിക്കുന്നത് കാണാറുള്ളത്. അപ്പോൾ ഈ ഹൃദയപൂർവ്വം ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അത്ര മൊമെന്റുകൾ ഉണ്ടാവണം സിനിമയിൽ. വെറുതെ സീൻ കടന്നു പോയാൽ പോരാ. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഇത് ഹോൾഡ് ചെയ്യണം. അയാളുടെ ദുഃഖം, അയാളുടെ പുറമേക്ക് പറയാൻ പറ്റാത്ത സങ്കടം. അതേസമയം അയാൾ ചിലപ്പോൾ മണ്ടനായിട്ടും ചിലപ്പോൾ കോമഡിയനായിട്ടൊക്കെ പ്രസന്റ് ചെയ്യും. ഈ ഒരു രണ്ട് ഭാവങ്ങൾക്ക് ഏറ്റവും യോജിച്ച നടനാണ് മോഹൻലാൽ. അതാണ് ഹൃദയപൂർവ്വത്തിലും കാണാൻ സാധിക്കുക.